നമസ്കാരം. കേരളത്തിലിപ്പോൾ അതിഥി തൊഴിലാളികളുടെ നീണ്ട നിരയാണ് ഓരോ ദിവസവും നമ്മളെല്ലാവരും കാണുന്നത്. സാധാരണയായി നമ്മളെല്ലാവരും വീടുകളിൽ ഇപ്പോൾ ഓരോ ജോലികൾക്കായി വിളിക്കാറുള്ളതും ഇവരെ തന്നെയാണ്. നമ്മൾ പൊതുവെ ഇവരെ ബംഗാളികൾ എന്നാണ് വിളിക്കാറുള്ളത് എങ്കിലും ഇവരെല്ലാവരും ബംഗാളികളല്ല എന്നുള്ളതാണ് വാസ്തവം. ചിലർ ബംഗ്ലാദേശികളാണ്, ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്നവരാണ്, മറ്റു ചിലർ ആസാംകാരാണ്. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന ഇവരെയൊക്കെ തന്നെ നമ്മൾ പൊതുവെ ബംഗാളികൾ എന്നാണ് ഒറ്റയടിക്ക് പറയാറുള്ളത്. ഇവരുടെ ജോലിയെക്കുറിച്ചൊക്കെ തന്നെ എല്ലാവർക്കും നല്ല മതിപ്പുമാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടതൊരു കാര്യം, ഇങ്ങനെ കേരളത്തിലേക്ക് എത്തുന്നവരിൽ ഒരു ന്യൂനപക്ഷം പ്രശ്നക്കാർ തന്നെയാണ്. ഇവർ ഒരുപക്ഷെ തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കാം. തീവ്രവാദ കേസുകളിലും മറ്റും പ്രതികളായ സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത ചിലരൊക്കെ പിന്നീട് കേരളത്തിൽ വന്ന് പല സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ചത് പിന്നീട് പിടിയിലായിട്ടുണ്ട് അവർ എന്നുള്ള കാര്യവും നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല. ഇത്തരത്തിലുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. റോസിദുൽ ഇസ്ലാം എന്നൊരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം കയ്പമംഗലം പോലീസ് പിടികൂടിയിരുന്നു. വർഗീയ വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള സന്ദേശങ്ങളും മറ്റും ഇയാളുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. പക്ഷേ പോലീസ് പിടികൂടി കഴിഞ്ഞപ്പോഴാണ് ആൾ ചെറിയ മീനല്ല എന്നുള്ള കാര്യം മനസ്സിലായത്. ഇയാളുടെ സോഷ്യൽ മീഡിയ മൊത്തം പരിശോധിക്കുമ്പോൾ അതിൽ ബംഗ്ലാദേശിൽ ഈയിടെ 2 ഹിന്ദു യുവാക്കളെ ആൾക്കൂട്ടം വധിച്ച സംഭവത്തെ ഇയാൾ പൂർണ്ണമായി അനുകൂലിച്ചുകൊണ്ടുള്ള ചില പോസ്റ്റുകൾ അതിലിട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഹിന്ദുക്കളെ പരമാവധി കൊല്ലണം എന്നുള്ളൊരു ആഹ്വാനവും ഇയാൾ ഇതിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പോരാഞ്ഞ് ഇയാളെക്കുറിച്ച് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ ഒരു AK-47 തോക്ക് വാങ്ങാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ അന്വേഷണം നടത്തിയിരുന്നു എന്നുള്ളതാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷന് കീഴിലുള്ള ചന്ദ്രാപിന്നിയിലെ ഒരു പന്തൽ നിർമ്മാണ തൊഴിലാളിയാണ് ഇയാൾ. ആ ഉടമസ്ഥൻ്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇയാൾ താമസിക്കുന്നത്. പക്ഷേ ഇയാളുടെ മൊത്തം പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് ദുരൂഹതകൾ ഇതിൽ കാണുന്നുണ്ട്. ഇയാൾ ഒരുപക്ഷെ തീവ്രവാദ സംഘടനയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. ഇയാൾ ആസാം സ്വദേശി തന്നെയാണോ എന്നുള്ള കാര്യവും നമ്മൾ അന്വേഷിക്കണം. കാരണം ആസാമുമായി ഏറ്റവും അടുത്ത അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ ആസാമിൽ നിന്നുള്ള നിരവധി പേരാണ് ഒളിച്ചു കിടക്കുകയും അവിടുത്തുകാരായി തന്നെ ജീവിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ആകട്ടെ ഇക്കൂട്ടരോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരമായി ഈ അനധികൃത താമസക്കാരെ പിടികൂടാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആസാം പോലീസ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ചയും ഏതാണ്ട് 18ഓളം പേരെ തിരികെ ബംഗ്ലാദേശിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ആസാമിൽ ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ പരിശോധന ശക്തമായ സാഹചര്യത്തിലാണോ ഒരുപക്ഷെ ഇയാൾ കേരളത്തിലേക്ക് വന്നത് എന്നും ഇയാൾ ശരിക്കും ബംഗ്ലാദേശ് സ്വദേശിയാണോ എന്നുള്ള കാര്യമൊക്കെ ഇനി നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഫലമായിട്ടായിരിക്കും കാര്യങ്ങൾ പുറത്തു വരിക. ഇയാളുടെ നാട്ടിലുള്ള അമ്മാവനുമായി നിരന്തരം ഫോണിൽ സംസാരിക്കാറുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൂടാതെ ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാനിലുള്ള ചില ആളുകളുമായി നിരന്തര സൗഹൃദം സ്ഥാപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ താമസിച്ചിരുന്ന വീട്ടിൽ ഇയാൾക്കൊപ്പം മറ്റ് 4 ആസാമുകാരും കൂടെ താമസിക്കുന്നുണ്ട്. അവർ ആരൊക്കെയാണ്, ഇനി അവരുടെ പശ്ചാത്തലം എന്താണ് എന്നുള്ള കാര്യങ്ങളും കൂടി പോലീസ് അന്വേഷിക്കുന്നതിലൂടെയായിരിക്കും ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരിക. കേരളം ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്കും പ്രവർത്തകർക്കും എല്ലാം ഉള്ള ഒരു സുരക്ഷിത ഹബ്ബായി മാറുകയാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഇത്തരത്തിലുള്ള പലരെയും ഇപ്പോൾ പിടികൂടുന്നത്. നേരത്തെ മാവോയിസ്റ്റുകളുമായി ബന്ധമുള്ള ചില തീവ്രവാദികളെ ഈ കേരളത്തിലെ തൊഴിലാളികളുടെ കൂട്ടത്തിൽ ചേർന്ന് ജീവിക്കുന്നതിനിടെ പോലീസ് പിടികൂടിയിരുന്നു. ഗുരുതരമായ തട്ടിക്കൊണ്ട് പോലും കൊലപാതകം അടക്കം നടത്തിയ ചില പ്രതികളെയൊക്കെ തന്നെ പിന്നീട് കേരളത്തിൽ നിന്നാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോലീസ് പിടികൂടിയിട്ടുള്ളത്. അതുപോലെ എങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തിയാണോ ഇയാൾ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. ഏതായാലും ഇയാളുടെ വിദേശ ബന്ധങ്ങളെക്കുറിച്ചും ഇയാൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും കേരളം എന്ന സംസ്ഥാനം ഒരു കാലത്ത് ഏറ്റവും സമാധാനപൂർണ്ണമായി ജീവിച്ചിരുന്ന ഒരു ജനത ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ വർഗീയ കക്ഷികൾ, അവരുടെ ഈ സൈലൻറ്റ് ഗ്രൂപ്പുകൾ എല്ലാം തന്നെ ഇപ്പോൾ കേരളത്തിലേക്ക് നുഴഞ്ഞു കയറിയതിൻ്റെ ഒരു ഭാഗമാണോ ഇയാളെന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. ഏതായാലും കേരളം കേന്ദ്രത്തിൻ്റെ കൃത്യമായ റഡാറിൽ പെട്ടിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇയാളെ പിടികൂടാൻ ഒരുപക്ഷെ ഭംഗിയായി വല വിരിച്ചത് കേന്ദ്ര ഏജൻസികൾ തന്നെ ആകാനാണ് സാധ്യത. അതല്ലാതെ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആളുകളെ പിടികൂടുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഏതായാലും കേന്ദ്ര ഏജൻസികളും കൂടി ഇയാളെ ഇനി ചോദ്യം ചെയ്യുന്നതിലൂടെ ആയിരിക്കും ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരിക.